നമസ്കാരം സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ KAS പരീക്ഷയിൽ ചോദിച്ച ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ഷീ സെഡ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, കൺവേർട്ട് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. അവൾ പറഞ്ഞു ഞാൻ അവനെ ഇന്നലെ കണ്ടു. ഇതിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഒരു റിപ്പോർട്ടിംഗ് വേർബ് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് തന്നെ എഴുതിയാൽ മതി, ഷീ സെഡ്. അത് കഴിഞ്ഞിട്ട് ദാറ്റ് എന്ന് പറഞ്ഞ കണക്റ്റിംഗ് വേർഡ് കൂടെ ചേർക്കണം. എന്തെന്നാൽ അവൾ പറഞ്ഞത് എന്തെന്നാൽ ഷീ സെഡ് ദാറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമാസിനകത്ത് കിടക്കുന്ന വാക്യത്തെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് ഓരോ വാക്കായിട്ട് മാറ്റണം. ഫസ്റ്റ് വേർഡ് ഐ, ഞാൻ. അവൾ പറഞ്ഞു ഞാൻ. അപ്പോൾ അവളാണ് പറഞ്ഞത് ഞാനെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഐ എന്ന് പറയുന്നത് ഷീ ആണ്. ഷീ സെഡ് ദാറ്റ്. ഷീ. അടുത്ത വാക്കാണ് വളരെ പ്രധാനം, മെറ്റ്. മീറ്റ് എന്ന വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് മീറ്റ്. പാസ്റ്റ് ടെൻസ് മെറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ മെറ്റ്. മീറ്റ് കാണുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക, മെറ്റ് കണ്ടുമുട്ടി. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കണ്ടുമുട്ടി എന്നുള്ള അർത്ഥത്തിൽ തന്നെ വരും. അപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള വേർബിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. ഓൾ ദ വേർബ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ് വുഡ് ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. അപ്പോൾ മെറ്റ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലേക്ക് മാറും. പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് PP, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം, അതായത് ഈ മൂന്നാമത്തെ രൂപം. ഇതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്, ഹാഡ് പ്ലസ് PP. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് മൂന്നാമത്തെ രൂപം മെറ്റ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ്. ഇനി അടുത്ത വേർഡ് ഹിം ആണ്. ഹിമ്മിന് യാതൊരു മാറ്റവും വരുത്തണ്ട. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ് ഹിം. ഇനി അടുത്തൊരു വാക്കുണ്ട് യെസ്റ്റർഡേ, ഇന്നലെ. ഇന്നലെ എന്ന് പറഞ്ഞ വാക്ക്, യെസ്റ്റർഡേ എന്ന് പറഞ്ഞ വാക്ക് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറുമ്പോൾ ദ പ്രീവിയസ് ഡേ എന്ന് മാറും. ദ പ്രീവിയസ് ഡേ, ദ പ്രീവിയസ് ഡേ. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ ആൻസർ ഇങ്ങനെയാണ്, ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ. ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞത് ഐ ഷീ ആയിട്ട് മാറി, മെറ്റ് ഹാഡ് മെറ്റ് ആയിട്ട് മാറി, യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ എന്നായി മാറി. ഇത്രയും ചേഞ്ചസ് ഭംഗിയായി മനസ്സിലാക്കിക്കൊള്ളുക. പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.